തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ വി രാജേഷിന്റെ ആദ്യ ആവശ്യമാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ തിരിച്ചു നൽകണമെന്ന്. ഇപ്പോൾ ഗണേഷ് കുമാർ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആവശ്യപ്പെട്ടാൽ 24 മണിക്കൂറിനകം തന്നെ ഈ ബസ്സുകൾ തിരിച്ചു നൽകും. ഇതിനകത്ത് ഇപ്പം ശ്രീലേഖ വിവാദം പോലൊരു വിവാദമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശ്രീലേഖ ഒരു ചോദ്യം ചോദിച്ചു, എനിക്ക് സൗകര്യത്തിന് കിട്ടുമെന്ന്. അപ്പോൾ പ്രശാന്ത് അതിനെ അത് വലിയ വിഷയമാക്കി. അപ്പം അതുപോലെയാണ് വി രാജേഷ് ഇപ്പോൾ 113 ബസ്സുകൾ തിരുവനന്തപുരത്തിന് ഓടേണ്ടത് പല സ്ഥലങ്ങളിലും മാറി ഓടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതാണ് വി രാജേഷ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഗണേഷ് കുമാർ അത് വളരെ ബുദ്ധിപൂർവ്വം ആ ഒരു മാർക്സിസ്റ്റ് മൈൻഡ് കൂടെ അപ്ലൈ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നു. നെടുമങ്ങാടേക്ക് ഓടുന്നത്, പോത്തങ്കോടേക്ക് ഓടുന്നത് ഇങ്ങനെയുള്ള ബസ്സുകൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അതെല്ലാം എടുത്തു വന്നു എന്ന് വെച്ചാൽ ആ പ്രാദേശികമായിട്ട് അവിടെ BJPക്ക് ഒരു എതിർപ്പ് വരണം. അപ്പോൾ ഞങ്ങളുടെ സ്വദേശത്തേക്ക് ഓടുന്ന ബസ്സുകൾ നിങ്ങൾ എടുക്കുകയാണോ? വി രാജേഷ് ഉദ്ദേശിച്ചത് അതല്ല. വി രാജേഷ് ഉദ്ദേശിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തെ യാത്രക്കാരെയും ചേർത്ത് പോപ്പനംകോട് പോകുന്നതോ നെടുമങ്ങാട് പോകുന്നതോ നെയ്യാറ്റിൻകര പോകുന്നതോ അല്ല വി രാജേഷ് ഉദ്ദേശിച്ചത്. ഈ സിറ്റിക്ക് നിന്ന് ആരംഭിച്ച് സിറ്റിയിൽ നിന്ന് പോകേണ്ട ബസ്സുകൾ ഇവിടുന്ന് പൂർണ്ണമായും എടുത്തു മാറ്റി പലയിടത്തും ഓടുന്നുണ്ട്. ആ ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ തിരിച്ചു തരണമെന്നാണ് ഉദ്ദേശിച്ചത്. തിരിച്ച് കോർപ്പറേഷൻ കൊടുക്കണമെന്നല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. തിരിച്ച് നഗരത്തിനകത്ത് ഓടിക്കണം. അതാണ് കോൺട്രാക്ട്. സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ഈ ബസ്സുകൾ വാങ്ങിച്ചപ്പോൾ സർക്കാരും കോർപ്പറേഷനും KSRTC ഒക്കെ തമ്മിലൊരു കരാറുണ്ട്. 3 പേരും ചേർന്നുള്ളൊരു കരാറുണ്ട്. ആ കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് എന്നാണ് വി രാജേഷ് ഉദ്ദേശിച്ചത്. അപ്പം അതിനെ തകിടം മറിച്ച് ഒരു പ്രാദേശികവാദം കൊണ്ടുവന്ന് പോത്തങ്കോട്ടുകാർ വി രാജേഷിനെതിരാകണം, നെയ്യാറ്റിൻകരക്കാർ വി രാജേഷിനെതിരാകണം, നെടുമങ്ങാടുകാർ വി രാജേഷിനെതിരാകണം എന്നുള്ള ഒരു തിയറി നേരത്തെ പ്രശാന്ത് ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു ആര്യ രാജേന്ദ്രനെ എങ്ങനെ നമ്മുടെ ശ്രീലേഖ വഴി സൃഷ്ടിക്കാം എന്നുള്ളതാണ് അവിടെ പണിതത്. ഇപ്പോൾ ഇത് തിരിച്ച് വേറൊരു സ്റ്റൈലിൽ ഒരു ധാർഷ്ട്യക്കാരൻ, അഹങ്കാരി, അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നവൻ വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇതൊന്നും രാജേഷ് പറഞ്ഞിട്ടില്ല. രാജേഷ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, 113 വണ്ടികൾ എന്തിനാണോ കേന്ദ്രം തന്നത് തിരുവനന്തപുരത്തോടാനാണ്. അത് തിരുവനന്തപുരത്തിന്റെ ഗണേഷ് കുമാർ പറയുന്ന ഈ ബസ് ഇപ്പോൾ വലിയ നഷ്ടമാണ്, വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകുമെന്നാണ്. അതും ഗണേഷ് കുമാർ പറഞ്ഞത് തെറ്റാണ്. ഗണേഷ് കുമാർ ഏതർത്ഥത്തിലാണ് നഷ്ടമെന്ന് പറയുന്നത്? ഗണേഷ് കുമാർ തന്നെ പറയുന്നു 8500 കോടി രൂപ ബാറ്ററി വാങ്ങണമെങ്കിൽ 28 ലക്ഷം രൂപ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. 25 ലക്ഷം രൂപ അല്ലെങ്കിൽ 28 ലക്ഷം രൂപ ആയിക്കോട്ടെ, പക്ഷേ അതിന് ലാഭം കിട്ടിയത്രയാ? 8500 കോടി. ഇത് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ. 8500 കോടി, 8000 കോടിയൊക്കെയാണ് ലാഭം കിട്ടുന്നത് ഈ ബസ്സുകളൊക്കെ ഓടിച്ചിട്ട്. അപ്പോൾ ബസ്സുകൾ ഓടിച്ചിട്ട് അത്രയും ലാഭം കിട്ടിയ ബാറ്ററി ഇത്രയും പോയാൽ കുഴപ്പമില്ല. ഇതെന്തുകൊണ്ടാണ് ലാഭം കിട്ടുന്നത്? ഡീസൽ അടിക്കുമ്പോൾ നമ്മൾ ആ പ്ലഗ് കുത്തുന്നതിൻ്റെ എത്രയോ ഇരട്ടി തുകയാണ് ഓരോ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം മറച്ചു വെക്കുകയാണ്. ഇതാണ് ഈ മാർക്സിസ്റ്റ്. കണക്കിനെ കുറിച്ച് മാത്രമാണ്, ചെലവിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അല്ലേ? ചെലവിനെ കുറിച്ചല്ല, അവസാനം വരുന്ന ചെലവിനെ കുറിച്ച്. അവസാനം വരുന്ന ചെലവ്, അതായത് ഈ ബാറ്ററി ഉള്ളതുകൊണ്ട് എന്താ ഗുണം? പെട്രോൾ അടിക്കുന്ന കാശിൻ്റെ 1/10 പോലും ആകുന്നില്ല. ഡീസൽ അടിക്കുന്ന കാശിൻ്റെ 1/10 പോലും ആകുന്നില്ല. കറണ്ട് പാസ് ചെയ്ത് വിട്ടുകൊടുത്താൽ മതിയില്ല, അതിന് പൈസ വളരെ കുറവല്ലേ? ആ തുച്ഛമായ പൈസയ്ക്ക് ഇത് ഇത്രയും നാളോടി വലിയ ലാഭം ഉണ്ടാക്കുന്നു. ആ ലാഭത്തിന് അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായി കേന്ദ്ര പദ്ധതിയല്ല. 500 കോടി രൂപ സർക്കാരിന്റെ പണമുണ്ട്. ആ സർക്കാരിന്റെ പണം കൊണ്ടാണ് ഈ ബസ്സുകൾ വാങ്ങിയത്. പക്ഷേ ഇത് വലിയ നഷ്ടത്തിലാണ്, ഇതിന്റെ ചിലവുകൾ കൂടുതലാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അതെങ്ങനെയാണ് കേന്ദ്ര പദ്ധതി ആകാതിരിക്കുന്നത്? കേന്ദ്രമല്ലേ വണ്ടി തരുന്നത്? അതിൻ്റെ ഒരു വ്യവസ്ഥ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ വീട് വെച്ച് തരാം എന്ന് പറയുകയാണ്. വീട് വയ്ക്കുമ്പോൾ ചുമ്മാ ഓസിന് തന്നത് അത് അവിടെ കയറി തിന്ന് അവിടെ നശിപ്പിക്കാൻ സമ്മതിക്കില്ല. താനും കുറച്ച് പൈസ മുടക്കണം. നിങ്ങൾക്ക് ഞാൻ വീട് വെച്ച് തരികയാണ് 50%. എനിക്ക് വല്ല ദണ്ണമുണ്ടോ നിങ്ങൾക്ക് വീട് വെച്ച് തരണമെന്ന്? നിങ്ങൾക്ക് ഞാൻ വീട് വെച്ച് തരുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ 50% നിങ്ങൾ, 50% ഞാൻ. അപ്പം നിങ്ങൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇത് അയാളുടെ പൈസ അല്ല എൻ്റെ പൈസയാണെന്ന് പറഞ്ഞാൽ, അയാളുടെ പദ്ധതിയല്ല എൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാൽ അയാളുടെ പദ്ധതിയാണ്. അതിനകത്ത് എവിടുന്ന് പിന്നെ അതിനകത്ത് കോർപ്പറേഷൻ്റെ പൈസയും കൂടെ ഉണ്ട്. ത്രികക്ഷിയാണ്. ഈ 50% കോർപ്പറേഷനും ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് കോർപ്പറേഷൻ്റെ കാശും സർക്കാരിൻ്റെ കാശല്ലേ, കേന്ദ്ര സർക്കാരിൻ്റെ കാശ്, സംസ്ഥാന സർക്കാരിൻ്റെ കാശ്. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് പറഞ്ഞൂടെ സംസ്ഥാന സർക്കാരിൻ്റെ കാശും കേന്ദ്ര സർക്കാരിൻ്റെ കാശല്ലേ എന്ന് അവിടെ മോദിക്കും പറയാമല്ലോ. അതെങ്ങനെയാ? കോർപ്പറേഷൻ ഇടുമ്പം
അത് സർക്കാരിൻ്റെ കാശ്. സംസ്ഥാന സർക്കാർ ഇടുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞുകൂടില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ തർക്കുത്തരം ആർക്ക് വേണോ പറയാമല്ലോ, ഈ വക തർക്കുത്തരമാണെങ്കിൽ. അല്ല, അതുപോലെയാണ് ഈ 113 ബസ്സുകൾ തിരിച്ചു നൽകും. KSRTC പുതിയ 150 ബസ്സുകൾ വാങ്ങും. അതാണ്, അതിനും ഈ PM-ന്റെ പദ്ധതിയിൽ നിന്നുള്ള വണ്ടിയും വാങ്ങിക്കുമെന്നാണ് പറയുന്നത്. അതിന് ബാറ്ററി ഒന്നും പ്രശ്നമല്ല. അത് വേറൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഡീസൽ വണ്ടികൾ വാങ്ങുന്നത് നഷ്ടമാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വന്നല്ലോ. ഡീസൽ വണ്ടി വാങ്ങിയാൽ ഡെയിലി കാശ് പൊയ്ക്കൊണ്ടിരിക്കും. മറ്റേത് 5 വർഷം കഴിയുമ്പോഴോ 10 വർഷം കഴിയുമ്പോഴോ ഇത് പറഞ്ഞ പോലെ 28,000 രൂപ പോകും. അപ്പോൾ ഏതാണ് ലാഭം എന്ന് ചോദിച്ചാൽ, കുറേശ്ശെ പിന്നെ സമ്പാദിച്ച് വെച്ചിട്ട് അവസാനം കുറച്ച് പൈസ പോകുന്നതാണോ, അതോ എല്ലാ ദിവസവും ധാരാളം പൈസ പോയി നഷ്ടത്തിലായി അവസാനം ബാറ്ററി ഒന്നും വാങ്ങിക്കണ്ട എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുന്നതാണോ, കട്ടപ്പുറത്ത് ചുമ്മാ കയറ്റി വയ്ക്കുന്നതാണോ ലാഭം? അല്ല, ഇത് വലിയ തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അദ്ദേഹം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, 113 ബസ്സുകൾ തിരിച്ചു നൽകുമ്പോൾ ആ ബസ്സുകളൊന്നും ഈ KSRTC ഡിപ്പോയിൽ കയറരുത്. KSRTC ഡ്രൈവറെ ചിലപ്പോൾ കിട്ടൂല. ഇതൊക്കെയാണ് പറയുന്നത്. അതൊന്നും എഗ്രിമെന്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. ഈ കണ്ടീഷനുകളൊന്നും പറഞ്ഞല്ല ഈ വണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോർപ്പറേഷൻ പറയുന്ന രീതിക്ക് ഓടുകയാണെങ്കിൽ ഞങ്ങൾ ഈ വണ്ടി അവൻ്റെ തലയ്ക്ക് വെച്ചു കൊടുക്കും, ഇതിൻ്റെ ഡ്രൈവറെയും കണ്ടക്ടറെയും അയാൾ കണ്ടെത്തിക്കോണം എന്നൊന്നും കണ്ടീഷൻ എഗ്രിമെന്റിലില്ല. ഈ പറഞ്ഞ അതാണ് എഗ്രിമെന്റിൽ വളച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എഗ്രിമെന്റിൽ പറയാത്ത കാര്യങ്ങൾ കൂടെ ട്രാൻസ്പോർട്ട് മന്ത്രി പറയല്ലേ. ട്രാൻസ്പോർട്ട് മന്ത്രി ഉൾപ്പെടെ, അതായത് കോർപ്പറേഷൻ, പിന്നെ KSRTC എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും മന്ത്രിയും എല്ലാം ചേർന്ന് സമ്മതിച്ച കാര്യം ഇതല്ലേ. അതാണല്ലോ ഇവിടെ ത്രികക്ഷി എഗ്രിമെന്റ്. കേന്ദ്രവും സംസ്ഥാനവും പിന്നെ കോർപ്പറേഷൻ ചേർന്ന് വെച്ചിരിക്കുന്ന എഗ്രിമെന്റ് അതാണ്. ആ എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞിരിക്കുന്നത് KSRTCക്ക് ഓടിക്കാനല്ലേ ഇത് പറയുന്നത്. ഇവിടെ ഓടിക്കാനാണെങ്കിൽ അത് വേറെ വലിയ നിയമങ്ങൾ പിന്നെ വരില്ലേ. അപ്പോൾ എല്ലാം കൺഫ്യൂഷൻ ആക്കാനുള്ള ശ്രമമാണ്. ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നാൽ ഈ പുകമറ നീക്കാനായിട്ട് നിൽക്കുന്നതിനിടയ്ക്ക് അത്രയും മാലിന്യം BJP-കാരൻ്റെ പെടലിരിക്കട്ടെ, പുതിയ വന്ന മേയറുടെ പുറത്തിരിക്കട്ടെ എന്നൊക്കെയാണ് പിന്നെ ഗണേഷ് കുമാർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇതുകൊണ്ട് ആർക്കാണ് നഷ്ടമുണ്ടാകാൻ സാധ്യത? BJP ഭരിക്കുന്ന ഈ കോർപ്പറേഷനാണോ അതോ CPM ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ? നഷ്ടം അൾട്ടിമേറ്റ്ലി ജനത്തിനാണ് ഉണ്ടാകുക. കാരണം കുറേ പേരെ നമുക്ക് ബുദ്ധിമുട്ടിക്കാം. ഈ ന്യായം പറയുന്ന ബസ്സുകൾ കിട്ടുന്നില്ല, പിന്നെ ആളുകൾ പ്രാവാൻ തുടങ്ങും. കുറേ പേര് ഗണേഷ് കുമാറിനെ തെറി വിളിക്കും, കുറേ പേര് വേണമെങ്കിൽ മേയറിനെ ചീത്ത പറയും. അതെല്ലാത്തിലും ഇവിടെ കക്ഷി രാഷ്ട്രീയമല്ലേ. ആ കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് വീണ്ടും വഷളാകാമെന്നല്ലാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് സംവിധാനം ഇവിടെ നേരെ പോകണമെന്ന് ഉദ്ദേശിക്കുന്ന ആളും പറയുന്ന വാചകങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞത്. വണ്ടിയെല്ലാം കൊടുത്തേക്കാം, താക്കോലും വെച്ച് ഞാൻ വണ്ടി കൊടുത്തേക്കാം, എല്ലാം ബാറ്ററി മാറാറായിരിക്കുകയാണ്, 5 വർഷം ഓടിച്ച് ഞാൻ 8,500 രൂപ ലാഭമൊക്കെ ഉണ്ടാക്കിയെടുത്തു, ഇനി താൻ വണ്ടി പിടിച്ചോ, 28,000 രൂപ ഇപ്പം ഇറക്കേണ്ടി വരും അല്ലേ എന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 28,000 അല്ല, 28 ലക്ഷം. അതിൻ്റെ 8,500 കോടി രൂപ ലാഭം ഞാനുണ്ടാക്കി. കഴിഞ്ഞ വർഷം 8,000 കോടിയും ഞാനുണ്ടാക്കി. ഇനി ഈ ബസ്സെല്ലാം കൂടെ എല്ലാം ടയറെല്ലാം എല്ലാം ഭയങ്കര ഇനി പ്രശ്നമാണ്. ഈ കട്ടപ്പുറത്ത് വെക്കേണ്ട അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇനി താൻ വേണമെങ്കിൽ എടുത്തോ. അങ്ങനെ പറയാനല്ല ആ കരാറുണ്ടാക്കിയിരിക്കുന്നത്. ആ കരാറെന്ന് പറയുന്നത് രാജേഷ് പറഞ്ഞ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇതിന് സിറ്റിക്കകത്ത് ഓടേണ്ട ബസ്സുകൾ സിറ്റിക്കകത്ത് ഓടണം. സിറ്റിയിൽ നിന്ന് അപ്പുറം കടന്ന് പോത്തങ്കോട് പോയോണ്ടോ, നെയ്യാറ്റിൻകര പോയോണ്ടോ, നെടുമങ്ങാട് പോയോണ്ടോ ഒന്നും കുഴപ്പമുണ്ടെന്ന് രാജേഷ് പറഞ്ഞിട്ടില്ല. സിറ്റിയിൽ നിന്ന് ആരംഭിച്ച് സിറ്റിയിൽ തിരിച്ചു വരണം. അത് പോകുന്നത് എവിടെയായാലും കുഴപ്പമില്ല. പക്ഷേ ഈ സിറ്റിക്കകത്ത് കൊടുത്ത സാധനം പിന്നെ കൊട്ടാരക്കരയിലോ പിന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലോ ഓടിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പിടിക്കണം എന്നുള്ളതായിരിക്കും രാജേഷ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ മറയിടാനാണ് ഈ സാധനം കൊണ്ടുവന്നിപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ബസ്സുകളെല്ലാം BJP ഓഫീസിൽ പാർക്ക് ചെയ്യേണ്ടി വരുമോ? ഇതെല്ലാം കുഴയ്ക്കാനുള്ള പരിപാടികളാണ്. കുഴയ്ക്കുക, കൺഫ്യൂഷൻ സൃഷ്ടിക്കുക. ഇപ്പോൾ പുതിയ മേയറാണ്, അദ്ദേഹത്തിന് ചിലപ്പം ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ പഠിച്ച് പറയാൻ സമയമെടുക്കുമെങ്കിൽ 5 വർഷം ഏതാണ്ട് 2.5 വർഷത്തിന് അടുപ്പിച്ചായിട്ടിരിക്കുകയാണല്ലോ മന്ത്രിയായിട്ട്. അതിനു മുമ്പും ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കുഴച്ച് മറിക്കാൻ ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് കഴിയും. അതുവഴി ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും എന്നുള്ളതിൽ കവിഞ്ഞ് വേറൊന്നും ഇതിനകത്ത് വരാനില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിലാകാതിരിക്കാൻ, ജനങ്ങളുടെ യാത്ര സുഗമമായിട്ട് നടത്തിക്കാൻ ട്രാൻസ്പോർട്ട് മന്ത്രിക്കും ബാധ്യതയുണ്ട്. രാജേഷ് പറഞ്ഞതിൻ്റെ അർത്ഥം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ 113 എണ്ണവും ട്രിവാൻഡ്രത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ വേണം കടന്നു പോകാൻ. അത് ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയെന്ന് പറഞ്ഞ് ഒരു കുഴപ്പവും രാജേഷ് പറഞ്ഞിട്ടില്ല.
അപ്പം അതിനെ വളച്ചൊടിച്ച് ഒരു ശ്രീരേഖാ വിഷയം പോലൊരു വേറൊരു വിഷയം ഇപ്പോൾ മേയറുടെ പടയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.